യേശു ക്രിസ്തുവിനെ ആരും ജനിപ്പിച്ചതല്ല, അവിടുന്ന് ജനിച്ചു. യഹൂദന്മാർക്ക് പാരമ്പര്യം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം അല്പം കൂടെ വ്യത്യസ്തമാണ്. ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദന്മാർ അടയാളം ആരായുന്നവരാ. അപ്പൊ ഇവരെ ജ്ഞാനമുള്ളവർ, യവനന്മാർ ജ്ഞാനമുള്ളവരാകയാൽ ചരിത്ര തെളിവുകൾ നിരത്തിയാണ് ലൂക്കോസ് ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഉദാഹരണമായി നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലും അവിടുത്തെ തിരുജനനത്തോടുള്ള ബന്ധത്തിലും ചരിത്രങ്ങൾ തെളിയിച്ചാണ് ലൂക്കോസ് ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ആ തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ. തിബരിയാസ് കേസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് അബിലേനിയയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം. അപ്പൊ ശ്രദ്ധിക്കുക, ആ കാലക്കണക്കിട്ട് അന്ന് ഭരിച്ച ഗവർണർമാര്, നാടുവാഴികള്, നാട്ടുരാജാക്കന്മാർ, ചരിത്രങ്ങളെല്ലാം നിരത്തി വെച്ചതിന് ശേഷമാണ് ലൂക്കോസ് ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിച്ചിട്ടുള്ള, ചരിത്രം പഠിക്കുന്ന ഒരു പഠിതാവിന് തർക്കം കൂടാതെ, സംശയം കൂടാതെ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തെ പറ്റിയും അവിടുത്തെ ജീവിതത്തെ പറ്റിയും അവിടുത്തെ ശുശ്രൂഷകളെ പറ്റിയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യാം. അപ്പൊ ലൂക്കോസ് ആ നിലയിലാണ് തൻ്റെ എഴുത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച് ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് റോമാക്കാരുടെ ഒരു പ്രകൃതി ദീർഘമായി പറയുന്നതും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വലിച്ചു വാരി പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം, ചുരുക്കമായിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം വെറും 16 അധ്യായത്തിൽ ഒതുക്കി, എന്നാൽ കാര്യങ്ങളെല്ലാം തെളിയിച്ച് അടുക്കടുക്കായിട്ട് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആട്ടെ, സമയത്തെയും നമ്മൾ ഭയപ്പെടണമല്ലോ. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത മുമ്പേ ഓർപ്പിച്ചല്ലോ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുക. യേശു ക്രിസ്തു സത്യദൈവം, ജീവനുള്ള ദൈവം, ഏക ദൈവം, ആ ദൈവമാണെന്ന് യോഹന്നാൻ ഓരോ അധ്യായത്തിലും യേശുവിന്റെ ദൈവത്വം തെളിയിച്ചു. ഓർപ്പിക്കട്ടെ, ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ, മതത്തെ അല്ലെങ്കിൽ സംഘടനയെ ചേർക്കാൻ വന്ന ആളല്ല ക്രിസ്തു. അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ അറിയാം, ആരാധിക്കാം, അംഗീകരിക്കാം, അനുഗമിക്കാം. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഞാൻ പറയാറുണ്ട്, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ഒരു ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10000 വർഷമോ പഴക്കമല്ല. അവിടുന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ തൻ്റെ ജ്യേഷ്ഠനാകുന്ന അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ വിലപിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്ന വേളയിൽ മോശയുടെ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ മോശ ആ പ്രാർത്ഥനയുടെ വാചകത്തിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പുരാതനത്വത്തെ അവിടെ തെളിയിക്കുന്ന വാക്യങ്ങളാണ്. അറിവുള്ള വാക്യമാ. എന്നിരുന്നാലും ഒന്നുകൂടെ വായിക്കുന്നത് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കും. 90-ാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യം, നമുക്കെല്ലാം അത് മനഃപ്പാഠമായ വാക്യമാണ്. എന്നിരുന്നാലും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ വായിക്കാം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. അടുത്തത്, നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചെരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വാക്യം പഠിക്കുമ്പോൾ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. അടുത്ത കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ദൈവമല്ല യേശു ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്.
അവിടുന്ന് അനാദിയായ ദൈവമാണ്, അവിടുന്ന് ശാശ്വത നിവാസിയാണ്. ആകയാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ഭക്തനായ സൈമൺ സാറ് ദൈവത്തിൻ്റെ ആ പുരാതനത്വത്തെ കർത്താവിൻ്റെ പൂർവാസ്തിത്വത്തെ പറ്റിയൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്. വേദവികാരത്തിൻ്റെ പ്രാരംഭ ഭാഗം ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളതാണ്. പല ദൈവമക്കൾക്കും അത് കാണാപ്പാടം ആയിട്ട് അറിയാം. ആ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശപ്പതിൻ ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും ഭീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ: യാതൊരു കാലത്തെയാണതിയായി നിർദ്ദേശിപ്പതിൻ ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും ഭീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. അടുത്തത്: സകല ലോകങ്ങൾക്കും ആധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദൻ ഇവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതെ, വിവരിക്കുന്നില്ല. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്തെയാണോ ആദിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എനിക്കും നിങ്ങൾക്കും പലർക്കും മനപ്പാടമാ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരാദി, ആരംഭം. എന്നാൽ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ആമേൻ അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച ദൈവമാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ചവനാണ് സർവജ്ഞനായ ദൈവം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്: കർത്താവേ, നീ സകലത്തെയും സൃഷ്ടിച്ചവനെന്ന. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് സർവത്തെയും സൃഷ്ടിച്ചവനാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെ, ചരാചരങ്ങളെ, ഭൂചര കേചര വസ്തുക്കളെ, അണ്ടകടാക ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ സകലത്തെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. വായിക്കുക, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം: കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞ്. വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവേ, നീ സകലതും സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവൻ, ചമച്ചവൻ, പടച്ചവൻ കർത്താവാകുന്ന ക്രിസ്തു. അപ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. എബ്രായ ലേഖനത്തിൽ നാം പഠിക്കുന്നത് സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ അവിടുന്ന് തന്നെയാ. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച സർവജ്ഞനായ ശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ, സേവിക്കുവാൻ, സ്നേഹിപ്പാൻ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച പദവിയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ ഓരോ അധ്യായത്തിലും തെളിയിക്കുന്നത്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓരോ അധ്യായത്തിലും അവിടുന്ന് ദൈവമാണെന്ന് തെളിയിച്ചു. നമുക്കറിയാം, 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ പ്രത്യേകത യേശുക്രിസ്തുവിനെ ദൈവകുഞ്ഞാടായിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായിട്ട് അവിടെ നാം ദർശിക്കുന്നുണ്ട്. കർത്താവിന് മഹത്വം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ള ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ നിത്യനായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ പകരുന്ന നിത്യനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുളുമൂടിയ ലോകത്തിൽ മനുഷ്യൻ വെളിച്ചം തേടി വെട്ടം തേടി നെട്ടോട്ടമോടുമ്പോൾ യേശുക്രിസ്തു യാതൊരു സംശയത്തിന് ഹേതു വരാത്ത വിധത്തിൽ പറയുക, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. യേശുക്രിസ്തുവാണ് സാക്ഷാൽ വെളിച്ചം. 8-ാം അധ്യായത്തിൽ
അധ്യായത്തിൽ ക്രിസ്തു വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. നമുക്കറിയാം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ഇന്ന് രാത്രി ആ നല്ല ഇടയനാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസ്രായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം ആട്ടെ ഓരോ അധ്യായത്തിലും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും അതിന്റെ 35-ാമത്തെ വാക്യവും ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യവും 35-ാമത്തെ വാക്യം പരിചിതമായ വാക്യം വായിക്കാം. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനി 35-ാമത്തെ വാക്യം കൂടെ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, യോഹന്നാൻ സ്നാപകനും തന്റെ ശിഷ്യന്മാരും നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ക്രിസ്തുയേശു അതിലേക്ക് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ എന്ന പ്രയോഗത്തോടെ യേശു ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടങ്ങളിൽ നാം കാണുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വേറൊരു ഭാഗത്ത് 19-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ഇതാ നിങ്ങളുടെ രാജാവ്. അതിനടുത്ത് തന്നെ വായിക്കുന്നു, ആ മനുഷ്യൻ ഇതാ. അപ്പോൾ 3 ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ക്രിസ്തുവിനെ ഇതാ എന്ന് വരച്ചു കാട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പീലാത്തോസ് പറയുകയാ, ആ മനുഷ്യൻ ഇത് തന്നെയാ എന്ന് പറഞ്ഞാൽ, ഇന്നലെ വൈകുന്നേരം പിടിച്ച് ഒരു കള്ളനെ കൊണ്ടുപോകും പോലെ, കൊള്ളക്കാരനെ കൊണ്ടുപോകും പിടിച്ചു കെട്ടി അടിച്ചും നടത്തിയും ഉപദ്രവിച്ചും മുഖത്തെ രോമമെല്ലാം പിഴുതെടുത്ത് മുതുക ഉടുവുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, അടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് ശിയാപ്രവാചകൻ പറയും പോലെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായിരിക്കുന്ന യേശു ക്രിസ്തു രാവിലെ കെട്ടപ്പെട്ടവനായി മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ജനത്തിനിടയിൽ സംശയം. ഇന്നലെ പിടിച്ചുകൊണ്ടുപോയത് സുന്ദരനാകുന്ന സൗന്ദര്യമുള്ള ഒരുവനെയാ പിടിച്ചുകൊണ്ടുപോയത്. ഇത് വികൃത രൂപം കൊണ്ടൊരു വ്യക്തി. ആ തർക്കം തീർക്കാൻ വേണ്ടി പീലാത്തോസ് പറയുക, സംശയിക്കണ്ട, ആ മനുഷ്യൻ ഇത് തന്നെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ പരിഹരിക്കുവാൻ, അകൃത്യങ്ങൾ പരിഹരിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചു. അവിടുത്തെ തിരുരക്തത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഇതാ എന്ന പ്രയോഗത്തോടു കൂടി ക്രിസ്തുവിനെ 3 സ്ഥലത്തും നാം ദർശിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആ കാര്യം നിങ്ങൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും ആമേൻ വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിലും ഉപമയിലുമൊക്കെ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ദൈവ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. Praise the Lord. Katudeyo diyoradine neduvan tedi ni vannadina. Katudeyo diyoradine neduvan tedi ni vannadina. Baba katil
ശ്രേഷ്ഠയിടയനെ പാപിതാവരും പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപിതാവരും ഹൃദയവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം തിരുപാദം എന്റെ ശരണം ഹൃദയവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം തിരുപാദം എന്റെ ശരണം. കാട്ടൂടെയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടെയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ ബാബ കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപിതാവരും പാപക്കാട്ടിൽ നിന്നോടി മാ ശ്രേഷ്ഠയിടയനെ പാപിതാവരും വാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണം തിരുപാദം എന്റെ ശരണ ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എന്റെ ശരണ തിരുപാദം എന്റെ ശരണം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അവിടുന്ന് സാക്ഷാൽ ദൈവ കുഞ്ഞാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തു നടന്നു പോയപ്പോൾ പറയുക. നമ്മൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന പ്രയോഗം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ആടിനെ കാണുന്നുണ്ട്. അത് വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാം തനിക്ക് പരീക്ഷ സംഭവിച്ച സമയത്ത് ദൈവം തന്നോട് പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. അരുളപ്പാട് കേട്ട അബ്രഹാം, എൻ്റെ ഭാഷയെ പറഞ്ഞ അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. നമ്മൾ ആ അരുളപ്പാട് കേൾക്കുന്നെങ്കിൽ രാവിലെ പൊങ്ങുകയല്ല, അനങ്ങുകയല്ല. ഇനി അഥവാ പൊങ്ങിയാലും പമ്മി കിടക്കും, ആരും അനങ്ങുകയല്ല. എന്നാൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. അധികാരത്തെഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെയെല്ലാം ക്രമപ്പെടുത്തി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി അബ്രഹാം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് യാത്രയായി. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ അവർ യാത്ര ചെയ്ത് ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലതാ. അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞതാ. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ആരാധന കഴിച്ച് മരിക്കുകയല്ല, ആരാധന കഴിച്ച് ജീവനോടെ തിരിച്ചു വരിക.
ആരാധിച്ച് മരിക്കുകയല്ല, ആമൻ, ആരാധിക്കുന്ന ദൈവമക്കൾ ജീവിക്കുക. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയായ ജീവൻ തരുവാന അവിടുന്ന് സ്വർഗ മഹിമകൾ വിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അബ്രഹാം വിശ്വാസത്താൽ പറഞ്ഞു, നിങ്ങൾ ഇവർ കഴുതയുമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് പോയാൽ ആരാധന ശരിയാകുകയല്ല. അതുകൊണ്ട് അവരെ ബാല്യക്കാരി അവിടെ ഇരുത്തി താനും മകനും മോറിയ മലയിലേക്ക് പോകുകയാണ്. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം. അങ്ങനെ ഇസഹാക്കും അബ്രഹാമും ആ മലയിലേക്ക് നടന്നു കയറുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിച്ചു, ഭാഗം നമുക്കറിയാം. അപ്പം കത്തിയും വിറകും തീയുമൊക്കെയുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി. അബ്രഹാം മകനെ വിശ്വാസം പഠിപ്പിച്ചു, മോനെ യഹോവ കരുതിക്കൊള്ളു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അവൻ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ ആദരിക്കും, കർത്താവ് എന്നെ മാനിക്കും. ഈ രോഗം ആമൻ തകർത്ത് കളയാനല്ല, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും. ഈ പ്രശ്നം എന്നെ മുടിച്ചു കളയാനല്ല, ദൈവം എന്നെ ഉയർത്തും. ഈ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. കാറ്റ് കണ്ടെന്ന് വരികയല്ല, മഴക്കാറ് കണ്ടെന്ന് വരികയല്ല, കോള് ഒന്നും കണ്ടെന്ന് വരികയല്ല, പക്ഷെ വിശ്വാസത്താൽ കുടികൾ കുത്തുന്നെങ്കിൽ ആമൻ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്കേ ദൈവമക്കൾ പറയാവൂ. ഒരാൾ രോഗപീഠയിൽ വലഞ്ഞ് നമ്മുടെയൊക്കെ വരുമ്പോൾ ആശുപത്രിയുടെ പേര് പറഞ്ഞ് അവരെ ആ വിധത്തിൽ വിടുകയല്ല, യേശു സൗഖ്യമാക്കുമെന്ന് പറയണം. യേശു വിടുവിക്കും, യേശു സൗഖ്യമാക്കും. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. വിശ്വാസത്തിന്റെ വാക്കേ പറയും. രണ്ട് വിശ്വാസികൾ തമ്മിൽ കൂടിയാൽ വിശ്വാസവാക്കേ പറയാവൂ. നിരാശയുടെ പരാജയത്തിന്റെ ഒരു വാക്കും പറയരുത്, വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അപ്പോൾ അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനോട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു, മകനേ യഹോവ കരുതിക്കൊള്ളും. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ഇസഹാക്കും അബ്രഹാമും കൂടെ മോറിയ മലയിൽ ചെന്ന ഭാഗം നമുക്കറിയാം. അബ്രഹാം യാഗപീഠമെല്ലാം അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ അവിടെ കെട്ടി, ആ വിറകിന് മീതെ കെട്ടി കിടത്തി. അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കേണ്ടതിനെ കത്തി എടുത്തു എന്നാണ് നാം പുസ്തകത്തിൽ വായിക്കുന്നത്. കത്തി എടുത്തപ്പോൾ ദൈവശബ്ദം കേൾക്കുകയാ, അബ്രാമേ അബ്രാമേ ബാലന്റെ മേ കൈവക്കരുത്. ആ ഭാഗത്ത് വായിക്കുന്ന അബ്രഹാം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ ആമെ കുരുങ്ങപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പഠിക്കുന്നതാ നല്ലത്. ഇസഹാക്കിന് പകരം ആ ആട്ടുകൊറ്റനെ അബ്രഹാം ഹോമയാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ എബ്രായ ലേഖന കർത്താവ് ആ കാര്യം പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്ന് അവിടെ എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചേ ആ എബ്രായ ലേഖനം. നമുക്കറിവുള്ള വാക്യം ആ 11-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഈ സംഭവം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. സ്തോത്രം. കാരണം യാഗം കഴിക്കാൻ പോയവന്റെ മനസ്സും ഹൃദയവും നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണത്തോടാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അടുത്ത വാക്യം വായിച്ചേ. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. വീണ്ടും അർപ്പിച്ചു. രണ്ട് സ്ഥലത്തായിട്ട് എഴുതിയിരിക്കുക, ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തുവാണെന്ന് അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും
ദൈവം ശക്തനെന്ന് എണ്ണി. എന്ന് പറഞ്ഞാൽ ഇസഹാക്കുമായിട്ട് മോറിയാമലയിലേക്ക് പോകുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലെ വിശ്വാസം, ഞാൻ അവിടെ ചെന്ന് യാഗപടമടുക്കി വിറകുകൾ കീറി അവൻ അടുക്കി എന്റെ ഏകജാതനാകുന്ന ഇസഹാക്കിനെ കയ്യും കാലും കെട്ടി യാഗപടത്തിൽ കടത്തി കത്തിയെടുത്ത് അവനെ അറുത്ത് കണ്ടിച്ച് തുണ്ടം തുണ്ടമായി നുറുക്കി അവൻ തീ കൊടുത്ത് ആ ഇസഹാക്കിന്റെ മാംസകഷണങ്ങൾ കത്തി അമർന്ന് ഒരു പിടി ചാരമായാൽ ആ ചാരത്തിൽ നിന്ന് ഇവനെ ഉയർപ്പിക്കുവാൻ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം വിശ്വസ്തൻ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വാസത്തോടെ കടന്നു പോകണം. ആമേൻ. അബ്രഹാമിനെ പോലെ വിശ്വസിക്ക്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം വിശ്വസ്തൻ. നിന്റെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തൻ. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണി. അടുത്ത വാക്യം വായിച്ചേ. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ആ ഉയർത്ത ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം തിരിച്ചു വന്നെന്ന അതിന്റെ ആത്മീക പാഠം. ദൈവത്തിന് സ്തോത്രം. എന്നിരുന്നാലും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ഒരു കുഞ്ഞാട് അവിടെ അറക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാനുണ്ട്, ആ കുഞ്ഞാട് ഇങ്ങനെ ചിന്തിക്കണം, ഇസഹാക്കിന് പകരം അറക്കപ്പെട്ട കുഞ്ഞാട്. അതെ, വിവരിക്കുന്നില്ല, സമയത്തെയും ഭയപ്പെടുന്നല്ലോ. ലേവിയ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അസസ്സേലിനെ ചീട്ട് വീണ ഒരാടിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. ആ ആടിന്റെ പ്രത്യേകത എല്ലാം വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. പുരോഹിതന്റെ തലയിൽ കൈവച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും ഈ ആടിന്റെ മേൽ ചുമത്തി മരുഭൂമിയിൽ ഒരുവന്റെ കൈവശം കൊടുത്തു വിടുകയാ. ആ അസസ്സേലിന് ചീട്ട് വീണ ആട്. അവിടെ വായിക്കുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എല്ലാം പാപം ഈ ആടിന്റെ മേൽ ചുമത്തുകയാണ്. അങ്ങനെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി പാപം വഹിച്ചുകൊണ്ട് ആമൻ കടന്നു പോകുന്ന ഒരു കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞാടിനെ ദർശിക്കുന്നുണ്ട്. അവൻ മിസ്രയീമിൽ അടിമകളായി കടന്ന ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുത്തു. പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ടും മാനസാന്തരം വരാതിരുന്നപ്പോൾ ദൈവം അറിയിച്ചു, 10ാമത്തെ ബാധ സംഹാരബാധ, ആദിയാതന്മാർ മാറ്റപ്പെടും. ആദിയാതന്മാർ മാറ്റപ്പെട്ട് സംഹാരദൂതൻ വന്ന് ആദിയാതനെ അപകരിച്ച് നശിപ്പിച്ച് കളയാതിരിക്കുവാൻ ചെയ്യേണ്ട ഒരു ക്രിയയുണ്ട്. ഒരു കുഞ്ഞാടിനെ അറുത്ത് കട്ടളക്കാർ രണ്ടിലും കുറുമ്പടിമേലും രക്തത്തളി ആചരിക്കണം. അവിടെ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി. ആ വാക്യം വായിച്ചാട്ടെ. ആ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ഇവിടെ വെളിച്ചത്തിന്റെ അപാകത ഉണ്ടെന്നറിയാം, എന്നാലും വായിച്ച് സഹായിച്ചാട്ടെ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസം കൊണ്ട് ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയുടെ യോഗ്യത അടുത്ത വാക്യം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ എല്ലാം വായിക്കുന്നില്ല. 5-ാം വാക്യം വായിച്ചു. ആട്ടിൻകുട്ടിയുടെ യോഗ്യത. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ശ്രദ്ധിക്കുക, ആട്ടിൻകുട്ടിയുടെ വിശേഷത, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഈ ആട്ടിൻകുട്ടി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാ, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നടല. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, നമ്മുടെ പ്രസംഗ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവാകുന്ന ആ ദൈവ കുഞ്ഞാട്. ഈ ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതാ. സ്തോത്രം. യേശു ക്രിസ്തുവിൽ യാതൊരു പാപവുമില്ല. അവിടെ വായിക്കുന്നത്, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടുത്തെ യാതൊരു പാപവും ഒരു തെറ്റും കുറ്റവും അവിടുത്തേക്കില്ല. യേശു ക്രിസ്തു നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. അവിടുന്ന് സ്വർഗത്തേക്കാൾ വലിയവൻ, യോനായേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള വേറൊരുവൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തില്ല. യേശു ക്രിസ്തു മാത്രം ഉന്നതൻ.
ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നിതുപോൽ അന്നവതാരം ഇന്നോളം ഒരാൾ വന്നിതുപോൽ അന്നവതാരം എന്നോരത്ഭുത പുരുഷൻ ക്രിസ്തു ഓരത്ഭുത പുരുഷൻ തലചായ്പാനായി സ്ഥലമില്ലാത്തോർ ഉലകമകാന്മാർ മുൻപിലോ. തലചായ്പാനായി സ്ഥലമില്ലാത്തോർ ഉലകമകാന്മാർ മുൻപിലോ. തല താഴ്ത്താതെ നിലതെറ്റാതെ തലമോടു ജീവി തൽപുത. തല താഴ്ത്താതെ നിലതെറ്റാതെ തലമോടു എന്നോരത്ഭുത പുരുഷൻ എന്നോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. ഇത്ര മഹാനായുത്തമനായുമൊരുത്തനയുലകിൽ കാണുമോ. ഇത്ര മഹാനായുത്തമനായുമൊരുത്തനയുലകിൽ കാണുമോ. എന്നോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ ഒരു കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അവൻ കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാട്. ലേവിയ പുസ്തകം 16-ാം അധ്യായം ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അവൻ വേർതിരിക്കപ്പെട്ട് അവൻ പാപം വഹിക്കുന്ന ഒരു കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഈ കുഞ്ഞാടിന്റെ വിശേഷത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴു ലോകത്തിനു വേണ്ടി അറക്കപ്പെടുന്ന ദൈവ കുഞ്ഞാടാ. ഇന്ന് രാത്രി യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാ. അവൻ മുഴു ലോകത്തിന്റെ ദൈവമാണ് ക്രിസ്തു. ആര് ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കും അവർക്ക് അനുഗ്രഹമാ. ഇന്ന് രാത്രി ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, ക്രിസ്തു യേശുവിന് ഹൃദയം കൊടുക്കുവാൻ മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ നസറായൻ ആര് ഹൃദയം കൊടുക്കും അവരെ ഇന്ന് രാത്രി രക്ഷിക്കും. ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ട് കാഴ്ചവെക്കണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക: യേശുവേ, ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനങ്ങ് മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണം, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. അതേ സമയത്ത് ഞാനും ഭയപ്പെടുന്ന മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം ഓർപ്പിച്ചല്ലോ, 1-ാം അധ്യായത്തിൽ ആമേൻ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടിനെ കാണുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, ദൈവത്തിന് മഹത്വം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. അങ്ങനെ ഓരോ അധ്യായത്തിലും ക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിച്ചു വരികയാ. നാം ഇന്ന് രാത്രി കുറുവാക്യമായിട്ട് എടുത്തത് 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ആ വേറെ ഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 10:4. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു.
ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു നമുക്ക് മുമ്പായി നടക്കും. തനിക്കുള്ളവയെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന് ആവശ്യമുള്ളവരെ സമയമാകുമ്പോൾ ദൈവം പുറത്തെടുക്കും. ജീസസ് സ്തോത്രം. ആരടച്ചു വെച്ചാലും, ആര് ഒതുക്കി വെച്ചാലും, ആര് മൂടി വെച്ചാലും, ആര് മാറ്റിക്കളഞ്ഞാലും, ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളവരെ ദൈവം പുറത്തെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് ഇന്ന് രാത്രി ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തനിക്കുള്ളവയെ അവൻ പുറത്തു കൊണ്ടുവരും. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചേർന്നിരുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വയം തുറന്നു. സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി. ഇവിടെ പത്രോസും ദൂതനും അവൻ പുറത്തിറങ്ങിയ വിഷയമാണ്. നമുക്കറിയാം, ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. ആദിമസഭയ്ക്ക് പീഡ ഉണ്ടാകാൻ കാരണം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മുടന്തൻ ഇരിക്കുക. പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഇവൻ ഭിക്ഷ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ദൈവദാസന്മാരെ കണ്ടപ്പോൾ അവനും മനസ്സിലായി ഇവരുടെ കൈവശം എന്തെങ്കിലും കാണും. അതുകൊണ്ട് അവൻ നോക്കി, വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയിട്ട് പറയുക, ഇന്ന് ഞാൻ പറയാനുണ്ട്, ഈ തന്നെ നോക്കുന്നത് കൊണ്ടാണ് വിടുതൽ നടക്കാത്ത. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തി ഏകാത്മാവി നിറഞ്ഞ് ഒന്നിച്ച് നോക്കിയാൽ അവൻ യേശു ഇന്നും അത്ഭുതം ചെയ്യും. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പറഞ്ഞ വാചകം നമുക്കറിയാം, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, എന്നാൽ നസറയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നീ ഉദ്ദേശിക്കുന്നത് പോലെ വെള്ളിയോ പൊന്നോ ഭൗതികമായ വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് തരാനില്ല, എന്നാൽ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒരുവനുണ്ട്, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. നാം വായിക്കുന്നത്, ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ച് അവൻ തുള്ളിയും ചാടിയും ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വിടുതലും രോഗശാന്തിയും നടന്ന അന്ന് മുതൽ സഭയ്ക്ക് നമുക്കറിയാം പീഡയും പ്രതികൂലങ്ങളും വർദ്ധിക്കുക. അവസാനം ഇവർ ചിതറിപ്പോയി. ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ഇവർ ശാസിച്ചു. ആരുടെ നാമത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നത്? എന്തോ ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? ഏത് ശക്തിയാണെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ആത്മാവിൽ ബലപ്പെട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഏത് നാമം? പത്രോസ് സങ്കോചം കൂടാതെ ധൈര്യത്തോടെ, നിങ്ങൾ ക്രൂശിച്ച നസറയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതാ, ഒരിക്കൽ ഭയപ്പെട്ടതാ, ഒരിക്കൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ അവൻ ഭയപ്പെട്ട് പറഞ്ഞതാ. ഭയപ്പെടുക മാത്രമല്ല, പ്രാഗിയെ ആണകിടുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആത്മനിറവിനെ പ്രാപിച്ച് താൻ ആത്മാവിൽ ബലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉച്ചസ്ഥലം മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ ക്രൂശിച്ച നസറയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അവർ പറഞ്ഞു, ഈ നാമത്തിൽ മിണ്ടരുത്, ഈ നാമത്തിൽ ഒന്നും സംസാരിക്കരുത്. എന്നാൽ ഇത് കേട്ട അപ്പോസ്തലന്മാർ ആദിമസഭയിൽ വന്ന് തങ്ങൾക്കുണ്ടായ പീഡയെപ്പറ്റി ആദിമസഭയോട് അറിയിച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ചെന്ന് 4-ാം അധ്യായത്തിന്റെ 23 മുതൽ എന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 23 മുതൽ. ഒന്ന് വായിച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഐക്യമത്യപ്പെട്ടവർ ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. ഒരുമനപ്പെട്ട് ദൈവമക്കൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ദേശത്തുള്ള ദൈവമക്കൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേശത്ത് ദൈവം ഉണർവഹിക്കും. രാജ്യത്തുള്ള ദൈവമക്കൾ ഏകാത്മാവ് നിറഞ്ഞ് ഒറ്റക്കെട്ടായി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. അവിടെ വായിക്കുന്നത്, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അടുത്തത്, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ,
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യമാ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? അടുത്തത്, ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും. ചുരുക്കി പറഞ്ഞാൽ ഒരുമനപ്പെട്ട് ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. അങ്ങനെ സഭയ്ക്ക് പീഡയായി. 5-ാം അധ്യായമൊക്കെ നാം പഠിക്കുമ്പോൾ പിന്നെ പീഡ വർദ്ധിച്ചു. എന്തിനേറെ മുൻപോട്ട് വരുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. 4 ചേവകരുള്ള 4 കൂട്ടത്തിന് പത്രോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുക. നമ്മുടെ ഗുരുവാക്യം മറന്നു പോകരുത്. തനിക്ക് പ്രിയമുള്ളവരെ, തനിക്കുള്ളവയൊക്കെയും ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി ആമൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം പഠിക്കുമ്പോൾ ആ കാലത്ത് ഹെരോദാവ് ജനത്തിന് വിരോധമായി കൈനീട്ടി എന്ന് വായിച്ചേ. 12-ാം അധ്യായത്തിന്റെ 1. ആ കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അക്കാലത്ത് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. ഞാൻ പറയാനുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളില്ല, എല്ലാവർക്കും പോരാട്ടങ്ങളില്ല. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് പോരാട്ടങ്ങളുണ്ട്. സ്തോത്രം. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പ്രശ്നങ്ങളുണ്ട്. അവിടെ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് സ്തോത്രം കൈനീട്ടി. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി. അവരെ പ്രീതിപ്പെടുത്തുവാൻ, അവരെ പ്രസാദപ്പെടുത്തുവാൻ പത്രോസിനെയും പിടിച്ച് ബന്ധിച്ചു. എന്നാൽ ദൈവസഭ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ആമൻ വിവരിക്കുന്നില്ല. നാടോട്ട് പഠിച്ചു വരുമ്പോൾ ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിൽ സമയമായപ്പോൾ ദൈവം തനിക്കുള്ളവനെ പുറത്തിറക്കി. അതാണ് 10-ാമത്തെ വാക്യം. ഒന്നുകൂടെ 10-ാം വാക്യം വായിച്ചാട്ടെ. 12-10. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വയം തുറന്നു എന്ന് പറഞ്ഞാൽ സഭ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൽ ദൈവം ദൂതനെ ഇറക്കി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി ദൂതന്മാർ, കോടി രഥങ്ങളുള്ള ദൈവം ഇന്ന് രാത്രിയും വചനത്തിൽ കൂടെ പറയുകയാ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഈ ദിവസങ്ങളെല്ലാം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നീ പ്രാർത്ഥിച്ച് ആരാധിച്ച് ബലപ്പെടുന്നെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ദൈവം ദൂതനെ ഇറക്കും. ദേശത്ത് ദൈവം ദൂതനെ ഇറക്കും. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടണം. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദൈവം ദൂതനെ ഇറക്കി. അതുകൊണ്ട് ദാനിയേൽ കരക്കോട്ട് കയറി എന്റെ ഭാഷ പറഞ്ഞ കൈ അടിച്ചു പറഞ്ഞു, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ സിംഹം ഇങ്ങനെ പറയും, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല, ആരാധിക്കുന്നവനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ആമേൻ. നമുക്കറിയാമല്ലോ, അശൂർ പാളയത്തിൽ ഒരു ദൂതനിറങ്ങി 1,85,000 തകർത്ത വിഷയം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ പത്രോസിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കുക. സഭ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ദേശത്തുള്ള ദൈവമക്കൾ, സഭയ്ക്കകത്തുള്ള ദൈവമക്കൾ, കുടുംബത്തിനകത്തുള്ള പ്രിയപ്പെട്ടവർ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ദൂതനെ ഇറക്കും. പ്രാർത്ഥിച്ച സഭയ്ക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. അങ്ങനെ വിലാപ്പുറത്തടിച്ച് പത്രോസും എഴുന്നേറ്റ് അവർ 2 പേര് 1-ാം കാവലും 2-ാം കാവലും കടന്ന് ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റാത്തതെല്ലാം ദൈവം തുറന്നു തരും. ജീസസ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതെല്ലാം ദൈവം ചെയ്യും. ഇന്ന് രാത്രി നമുക്ക് പ്രയാസമുള്ള കാര്യമെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കുക. മനോഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ, വിഷണ്ണ മനസ്സോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, ലഹരി പദാർത്ഥങ്ങൾ പരിഹാരമല്ല, മറ്റ് യാതൊന്നും പരിഹാരമല്ല. ഇന്ന് രാത്രി പരിഹാരം യേശുവിലുണ്ട്.
യേശു ക്രിസ്തുവിനായി സമർപ്പിക്ക്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാ. അവിടുത്തെ രക്തം സകല പാപങ്ങളും പോക്കുന്നമേ ശുദ്ധീകരിക്കുന്ന രക്തമാ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കുന്നമേ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാണ്. അവിടുത്തെ രക്തം പാപങ്ങൾ മോചിക്കുന്ന രക്തമാണ്. അവിടുത്തെ രക്തം രോഗശക്തമാണ്. അവിടുത്തെ രക്തം നിർമ്മല രക്തമാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ യോഗ്യരാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഈ രക്തത്താൽ പാപമോചനമുണ്ട്. ഈ രക്തത്താൽ രോഗശാന്തിയുണ്ട്. ഈ രക്തത്താൽ നീക്കുപോക്കുണ്ട്. ഈ രക്തത്താൽ വിടുതലുണ്ട്. ഇന്ന് രാത്രി അവിടുത്തെ രക്തം ആമേ പൂർണ്ണ നീക്കുപോക്ക് നൽകുന്ന രക്തമാണ്. ദൈവത്തിന് മഹത്വം. സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചു. ദൈവം ദൂതനെ ഇറക്കി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അസാധ്യമായ കാര്യം ദൈവം തുറന്നു തരും. എന്നാൽ പുറത്തിറങ്ങിയ പത്രോസ്, ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, ആ പ്രാർത്ഥിക്കുന്ന വീടിന്റെ വാതിൽ ചെന്ന് മുട്ടി. അത് ദൂതൻ തുറന്നു കൊടുത്തില്ല. അത് പ്രാർത്ഥിക്കുന്നവർ വേണം തുറക്കാൻ. നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. നാം ചെയ്യേണ്ട കാര്യമെല്ലാം നാം ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം തക്ക സമയത്ത് ദൈവം ചെയ്യും. പത്രോസിനെ കൊണ്ട് ഒരിക്കലും ഒക്കത്തില്ല ഇരുമ്പ് വാതിൽ തുറക്കാൻ. അത് ദൈവം തുറന്നു കൊടുത്തു. എന്നാൽ പ്രാർത്ഥിക്കുന്ന വീടിന്റെ വാതിൽ മുട്ടിയപ്പോൾ അത് അകത്തിരിക്കുന്നവർക്ക് തുറക്കാം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇന്ന് രാത്രി തനിക്ക് ആമേൻ പ്രിയമുള്ളവരെ, തനിക്കുള്ളവയെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഇന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തിറക്കട്ടെ. ബന്ധിക്കപ്പെട്ട് ഭവനങ്ങളിൽ കിടക്കുന്നവർ, രോഗപീഠകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, മാനസിക വ്യതകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, നിരാശയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, അവൻ മറ്റ് പ്രശ്നങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, നാളുകളായി വിടുതലില്ലാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് രാത്രി അവൻ പുറത്തിറങ്ങുന്ന രാത്രിയായി തീരട്ടെ. തനിക്കുള്ളവയെ ദൈവം പുറത്തു കൊണ്ടുവരും. കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി നീക്കുപോക്ക് നടക്കട്ടെ. നാളുകളായി ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ ബന്ധിക്കപ്പെട്ടവരായി മാനസികമായി ശാരീരികമായി അവൻ പാപപരമായി ഒക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഈ ദിവസങ്ങളിൽ പുറത്തിറങ്ങി വരട്ടെ. ദൈവത്തിന് പ്രിയമുള്ളവരെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. തനിക്കുള്ളവയെ അവൻ പുറത്തു കൊണ്ടുവരും. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. പത്രോസിനെ ദൈവം പുറത്തിറക്കി. വേറൊരു വാക്യം വായിച്ചാട്ടെ. എസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വേഗത്തിൽ നിർത്താം. എസ്രായിയുടെ പുസ്തകം 1:7. എസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എസ്രാ വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. എസ്രാ 1:7. ആ വാക്യം. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവ ആലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഒന്ന്, പത്രോസ് ദൈവത്തിനുള്ളവനാ. പത്രോസ് ഈ വിധത്തിൽ കാരാഗൃഹത്തിൽ കിടന്ന് ബന്ധിക്കപ്പെട്ടവനായി, പീഡിപ്പിക്കപ്പെട്ടവനായി, കാരാഗൃഹത്തിൽ വെച്ച് തീർന്നു പോകാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. പത്രോസ് പുറത്തിറങ്ങേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനാ സഭ പ്രാർത്ഥിച്ചത്. ഹെരോദാവ് വിചാരിച്ചത് അകത്തിട്ട് ഇവനെ ബന്ധിച്ച് ഇതോടുകൂടി വെട്ടം കാണിക്കാതെ വെളിയിലിറക്കാതെ പത്രോസ് കാരാഗൃഹത്തിൽ കിടന്ന് എന്നേക്കുമായി ജീവിതം തീരുമെന്ന അവൻ ശത്രു ചിന്തിച്ചത്. എന്നാൽ ദൈവത്തിന് പത്രോസിനെ പറ്റി പദ്ധതിയുള്ളത് കൊണ്ട് സമയമായപ്പോൾ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി പത്രോസിനെ പുറത്തിറക്കി. തനിക്കുള്ളവയെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഇവിടെ എസ്രായിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും പുറത്തെടുത്ത കാര്യമാണ് വായിച്ചത്. ദൈവദാസനൊന്നുകൂടെ മൈക്ക് കൊണ്ടൊന്ന് വായിക്കാമോ? എസ്രായിയുടെ പുസ്തകം 1:7 ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ.
നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി ആ. തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്ത് എടുപ്പിച്ചു. കോരേശ് രാജാവ് ഇത് മുഴുവൻ പുറത്തെടുപ്പിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ, യഹൂദ ജനം, ഇവർ പ്രവാസികളായി പോയി. ചരിത്രം എന്നേക്കാൾ ആ കാര്യമൊക്കെ ഇവിടെ സുനിൽക്കൊടുത്തോട്ടം അങ്ങനെ ആദ്യമായി കർത്തദാസന്മാർ ചരിത്രങ്ങൾ നന്നായിട്ട് പഠിച്ചവരും പഠിപ്പിക്കുന്നവരും അറിവുള്ളവർ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ആ ഭാഗത്തൊന്നും കയറി കൈവെക്കുകയല്ല. നമ്മളിങ്ങനെ ലളിതമായിട്ട് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അവരൊക്കെ അത് നന്നായിട്ട് പഠിച്ച് ചരിത്ര തെളിവിട്ട് പറയുന്നവരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കയറുകയല്ല. അല്ലെങ്കിലും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എങ്ങോട്ടും കയറാനും തോന്നുന്നില്ല. ഇപ്പോൾ കുറച്ച് പേരങ്ങ് താഴെ പോയിരിക്കുന്നു, കുറച്ച് പേര് അവിടെ ഇരിക്കുന്നു, ഒന്ന് രണ്ടെണ്ണം വണ്ടിക്കകത്തിരിക്കുന്നു. സ്തോത്രം, ഇവിടെ ഇരിക്കുന്നു. പിന്നെ അത്ര ബെട്ടോ അത്ര എന്നാലും നമ്മുടെ സഹോദരൻ മൈക്കിൽ ലൈറ്റും എല്ലാം തന്നു, വളരെ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും ഒരു വേറെ ലൈറ്റ് ഇടുകയായിരുന്നേ, ഒന്നാമത് ഞങ്ങളെല്ലാം ഇരുണ്ടിരിക്കുന്നത് കൊണ്ട് ലൈറ്റ് ഇടുകയായിരുന്നേ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഞങ്ങളെല്ലാം ഒരു പരുവത്തിനാണ്. നമ്മളെല്ലാം ഇത് തന്നെ. സ്തോത്രം. ചില മെച്ചം ജയ്സനെ ഉള്ളെന്നാണ് തോന്നുന്നത്. സ്തോത്രം. അപ്പം നല്ലൊരു ലൈറ്റ് തരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെട്ടത്തിൻ്റെ അപാകത ഉള്ളത് കൊണ്ട് വായിക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും സ്തോത്രം, ഇത്രത്തോളം എല്ലാം ഒത്തല്ലോ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താം. അപ്പം ചരിത്രത്തിലോട്ട് അധികം കയറി കൈവെക്കുന്നില്ല. യഹൂദ ജനം, ദൈവത്തിൻ്റെ ജനം പല പ്രാവശ്യം പ്രവാസികളായി, അടിമകളായി പോയി. BC 521 അശ്ശൂരിൽ നിന്ന് ശൽമനേസർ ഇവരെ അടിമകളായി കൊണ്ടുപോയി. 606 നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് ഇവരെ അടിമകളായി. സ്തോത്രം. സാറ് പാടിയൊരു പാട്ടുണ്ട്. സ്തോത്രം. സിംഹപ്രതാപികം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന അഞ്ചാം രാജിതം ഉണ്ടാവേ. പരമഞ്ചാം രാജിതം ഉണ്ടാവേ. രാജിതം ഉണ്ടാവേ. പരമഞ്ചാം രാജിതം ഉണ്ടാവേ. സിംഹപ്രതാപികം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന അഞ്ചാം രാജിതം ഉണ്ടാവേ. പരമഞ്ചാം രാജിതം ഉണ്ടാവേ. പല്ലൂകം 538 തുടക്കം ബാബേൽ തകർത്തിരു 108 കൊല്ലം വാണിതു വല്ലാത്ത സ്വഭാവം. അഞ്ചാം രാജിതം ഉണ്ടാവേ. പരമഞ്ചാം രാജിതം ഉണ്ടാവേ. സിംഹപ്രതാപികം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തി തൻ പൊൻചിതയോ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന അഞ്ചാം രാജിതം ഉണ്ടാവേ. പരമഞ്ചാം രാജിതം ഉണ്ടാവേ.
പിടിച്ചുകൊണ്ട് പോകുകയാണ്. ഈ നെബൂഖദ്നേസർ രാജാവ് വന്ന് നാം തിരുവചനം പഠിക്കുമ്പോൾ ശത്രു വന്ന് എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയില്ല, സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. എല്ലാവരെയും ഒന്നും കൊണ്ടുപോയിട്ട് കാര്യവുമില്ല. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. എല്ലാവരോടും പ്രശ്നവുമില്ല. അപ്പൊ ഈ നെബൂഖദ്നേസർ രാജാവ് വന്നപ്പോഴും എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല, സെലക്റ്റഡ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോയത്. വായിച്ച് രാജാക്കന്മാരുടെ ആ 2-ാം പുസ്തകം 24:14 ഒന്ന് വായിച്ചേ. അറിവുള്ള വാക്യമാ, എന്നാലും ഒന്ന് വായിച്ചു. സെലക്ട് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോയത് ഒന്ന് വായിച്ചേര്. ആ 24:14 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യം. ശത്രു വന്ന് കൊണ്ടുപോയത് ബാബേലിലേക്ക്. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളും ആ ഈ 14,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവർ ബദ്ധരാക്കി കൊണ്ടുപോയി. ദേശത്തെ എളിയ ജനം മാത്രമല്ലാതെ ആരും ശേഷിച്ചിരുന്നില്ല. ശേഷിച്ചില്ല. അപ്പോൾ എല്ലാ യെരൂശലേമ്യരെയും പ്രഭുക്കന്മാരും പരാക്രമശാലികളുമാകുന്ന 10,000 പേരെയും എല്ലാ ആശാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധനാക്കി കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ശത്രു വന്നപ്പോൾ സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. എല്ലാ യെരൂശലേമിലെ ആൾക്കാരെ എല്ലാം കൊണ്ടുപോയി. കാരണം അവർ തലക്കനമുള്ളവരാ, അവരെല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടുപോയി. ആശാരിമാരും കൊല്ലന്മാരും വേണം ഇങ്ങനെ വ്യാഖ്യാനിച്ചോ, നല്ല ബുദ്ധിയുള്ള വിവരമുള്ള ജ്ഞാനമുള്ളവരാ. അതാ ആ ആശയം അവിടെ വന്നേക്കുന്നത്. കാരണം അവർക്ക് നല്ല ബുദ്ധിയാണ്, അതുകൊണ്ടാണല്ലോ കൂട്ടെല്ലാം കയറ്റി കൃത്യത്തിനാക്കുന്നത്. അപ്പം എല്ലാ ആശ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ പഠിച്ച പിള്ളേർ എന്ന് സാരം, അങ്ങനെ ചിന്തിക്കുന്ന തെറ്റില്ല. അപ്പം എല്ലാ യെരൂശലേമിലും തലക്കനമുള്ളവര്, ആരോഗ്യമുള്ളവര്, ദൃഢഗാത്രന്മാർ, ബുദ്ധിയുള്ള വിവേകമുള്ള എല്ലാവരെയും അവൻ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി. മാത്രമല്ല എളിയ ജനത്തെ കൊണ്ടുപോയുമില്ല. പിന്നെ ദൈവാലയം വക ഉപകരണങ്ങൾ മുഴുവൻ എടുത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. നിങ്ങൾ നമുക്കറിവുള്ള വാക്യമാണെങ്കിലും ആ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം കൂടി ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു, അറിവില്ലാത്തവരുടെ അറിവിന്. വായിച്ചേ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അടുത്തത് അവനവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. ആ പാത്രം ഏത്? ദൈവാലയം വക പാത്രം, ശുദ്ധീകരിക്കപ്പെട്ട പാത്രം, പ്രത്യേക ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട പാത്രം, അത് സെലക്ട് ചെയ്തിരുന്ന പാത്രം ശത്രു കടന്നു വന്ന് ആ പാത്രങ്ങളെല്ലാം എടുത്ത് അവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ, ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. ഇവരിങ്ങനെ ശത്രുക്കളുടെ കയ്യിൽ പോകുമെന്ന്, ഈ വിധത്തിൽ പോകുന്നെങ്കിൽ ശത്രു നിങ്ങളെ അപഹരിക്കുമെന്നും കൊണ്ടുപോകുമെന്നും പ്രവാചകൻ മുഖാന്തരം മുന്നമേ ദൂതറിയിച്ചു. യിരെമ്യാ പ്രവചനം 29:12, 25, 10, 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവെഴുത്തുകളും ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള തിരുവെഴുത്തുകളൊക്കെ പഠിക്കുമ്പോൾ ഇവർ പ്രവാസികളായി പോകുമെന്നും ശത്രു ഇവരെ കൊണ്ടുപോകുമെന്നും 70 വർഷം കഴിഞ്ഞ് ഇവരെ തിരിച്ചു കൊണ്ടുവരുമെന്നുമൊക്കെ ദൈവം നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തു. പ്രധാനമായി ഇവരെ കൊണ്ടുപോകാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെ ശബത്തിനെ ലംഘിച്ചു. അവരോട് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ആരാധനയ്ക്ക് പ്രഥമസ്ഥാനം കൊടുക്കുന്നില്ല. ആരാധനയ്ക്കല്ല പ്രഥമസ്ഥാനം. അന്ന് സകല മത്സ്യം കൊണ്ടുവരികയും കന്നുകാലിയെ കൊണ്ടുവരികയും അത്തിപ്പഴവും മുന്തിരി എല്ലാം കൊണ്ടുവരികയും ബിസിനസ്സുകളെല്ലാം അന്നാണ് നടക്കുന്നത്. ഞാൻ നെഹെമ്യാവിലെ വാക്യം വായിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇവര് ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചത് കൊണ്ട് ശത്രുവിന്റെ കയ്യിൽ ദൈവം ഇവരെ ഏൽപ്പിക്കുമെന്ന് നേരത്തെ ദൂത് അറിയിച്ചു. ഈ ദൂത് മുന്നമേ അറിയിച്ച് 70 കൊല്ലം കഴിഞ്ഞ് ഇവരെ തിരിച്ചു കൊണ്ടുവരും.
ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. ദാനിയേൽ ഈ വിഷയം പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 2 പഠിക്കുമ്പോൾ ഇവരുടെ പ്രവാസകാലം 70 വർഷമെന്ന് പുസ്തകങ്ങളിൽ നിന്ന് ദാനിയേൽ ഗ്രഹിച്ചു. അത് വായിച്ച് അന്വേഷിച്ച് ഗ്രഹിച്ചു. താനും പ്രാർത്ഥിച്ചു. സമയമായപ്പോൾ ദൈവം കോരേശിന്റെ മനസ്സിനെ ഉണർത്തി. കോരേശിന്റെ ഇടയൻ അവനെന്റെ ഹിതമെല്ലാം നിവർത്തിക്കും. കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. തക്ക സമയമായപ്പോൾ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. പണ്ട് ദൈവാലയത്തിൽ മാനകാര്യത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട പാത്രം ശത്രു കടന്നു വന്ന് ദൈവാലയം തകർത്ത് ഈ പാത്രങ്ങളെല്ലാം ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദൈവത്തിന് ഈ പാത്രം ആവശ്യമുള്ളത് കൊണ്ട് കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവാലയം വക പാത്രമെല്ലാം പുറത്തെടുപ്പിച്ചു. തനിക്കുള്ളവയെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഇന്ന് രാത്രി നീ ദൈവത്തിന് മാനപാത്രമാണെങ്കിൽ ആർക്കും നിന്നെ അടക്കി വെക്കാനൊക്കത്തില്ല. നീ ദൈവത്തിന് മാനപാത്രമാണെങ്കിൽ ഒരു ശത്രുവും നിന്നെ ഒതുക്കി വെക്കത്തില്ല. നീ ദൈവത്തിന് മാനപാത്രമാണെങ്കിൽ ആരും നിന്നെ പിടിച്ചടക്കത്തില്ല. ഇന്ന് രാത്രി സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ ദൈവം തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി അവിടുന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഈ രാത്രി എല്ലാവരെയും സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഇന്ന് രാത്രി സമർപ്പിക്ക്. കർത്താവേ, അവിടുത്തേക്ക് പ്രിയമുള്ളവരെ അവിടുന്ന് പുറത്തിറക്കുന്ന ദൈവമാണ്. ഈ രാത്രി എല്ലാവരും ചില കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ. ഈ ദേശത്ത് ധാരാളം കുടുംബങ്ങളുണ്ടല്ലോ. ഓരോ കുടുംബത്തിലും ദൈവം അത്ഭുതം ചെയ്യട്ടെ. ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട്, പിശാചിനാൽ പിടിക്കപ്പെട്ട്, രോഗപീഠകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇന്ന് രാത്രി പുറത്തിറങ്ങി വരട്ടെ. ഈ രാത്രി ദേശത്ത് ദൈവം അത്ഭുതം ചെയ്യട്ടെ. സഭയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ടവരായി ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കഴിവില്ലാതെ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നെങ്കിൽ ഈ രാത്രി നിന്റെ ബന്ധനങ്ങളെ അടിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരട്ടെ. ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ബന്ധിക്കപ്പെട്ടവളായി കിടക്കുന്നെങ്കിൽ ദൈവം ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ പുറത്തിറക്കട്ടെ. ഈ രാത്രി വിശ്വസിച്ച് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ ദൂരത്തായിരിക്കുന്നറിയാം. നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കൊണ്ട് താഴെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കുന്നുണ്ട്. അടുത്തൊന്നുകൂടി ഇരിക്കുകയായിരുന്നെങ്കിൽ വേറൊരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇന്ന് രാത്രി ആ യോഗം അവസാനിപ്പിക്കാം. എന്നാൽ അവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്ക്. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം ഇന്ന് രാത്രി ദേശത്ത് നിന്ന് ചിലർ വെളിയിൽ വരട്ടെ. ചിലർ പുറത്തിറങ്ങട്ടെ. യേശു ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കട്ടെ. ഈ രാത്രി യേശുവിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ ഇന്ന് രാത്രി നമുക്ക് കൈകളടിച്ച് പാടി ഈ മഹായോഗം അവസാനിപ്പിക്കാം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് വിടുമേ. ഓ സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് വിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഇന്ന് എഴുതിടുമേ.
Praise the Lord. Hallelujah. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ നടത്തി ഊമർക്ക് സംസാര ശേഷി കൊടുത്ത് ചെകിടർക്ക് കേൾവി കൊടുത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പങ്കപ്പാട് പീഡകളും സഹിച്ച് കുരിശുമരം ചുമന്ന് ഇരുമ്പാണുകളാൽ തറയ്ക്കപ്പെട്ടവനായി നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്ന യേശു ക്രിസ്തു അവിടുന്ന് മരിച്ചു. തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ആ ക്രിസ്തു തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ദേശത്തും കുടുംബങ്ങളിലും രാജ്യത്തുമുള്ള ചിലരെ ദൈവത്തിന് ആവശ്യമുള്ളവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം കരുണ ചെയ്യട്ടെ. ഈ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും രക്ഷകനായി സ്വീകരിച്ചും ഏറ്റെടുത്തും ആമേൻ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചും ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച് ചുമതലപ്പെട്ടവർക്കും സമയം